കച്ചിട്ട് ഇറക്കാനും പാടില്ല, മധുരിച്ചിട്ട് തുപ്പാനും പാടില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ PC ജോർജ്. ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ആകെയുണ്ടായിരുന്ന ജനപക്ഷം എന്ന പാർട്ടി പോയി. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽബി പാമ്പ് ഹോത്താ ഹേ. മോഹിച്ചു വെച്ചിരുന്ന പത്തനംതിട്ടയിലെ BJP സീറ്റ് അനിൽ ആന്റണിയും കൊണ്ടുപോയി. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതെ. കൂട്ടത്തിൽ കൂടണ്ട, താൻ പൊക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയുമായി. അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. വേറൊരു ഗതികേട് പത്തനംതിട്ട അനുകാരനെ അറിയുന്നവരില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര പല പ്രാവശ്യം പറഞ്ഞില്ലേ ആ പലിശക്കാരൻ പണിക്കരെ നമ്പരുതെന്ന്. പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനുകാരനെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്തായാലും സീറ്റ് പോയെങ്കിലും PC ജോർജ് BJPക്ക് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുമോ? താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം മോദി പത്തനംതിട്ട വന്ന സമയത്ത് PC ജോർജിനെ സംസാരിക്കാതെ ഷോണാണ് അന്ന് സംസാരിച്ചത്. അതിലെന്തെങ്കിലും ഈ കേരളത്തിലെ ഏതെങ്കിലും BJP പ്രവർത്തകർക്ക് ആലോചിച്ചിട്ടാ എങ്ങനെയാന്ന് ചോദിച്ചാൽ യുവാക്കൾ സംസാരിക്കട്ടെ എന്നൊരു തീരുമാനമെടുത്തത്. അവന്റെ ഒരു സത്യം പറച്ചില്. അപ്പോ ഇതോ ഓരോ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനങ്ങളെടുത്തിട്ട് അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. PCയുടെ ഭൂതകാലം ഓർമ്മയുള്ള ആരും പറയും PC പഴയ PC അല്ല. അച്ചടക്കമൊക്കെ PCക്ക് ഇപ്പോൾ നന്നായി ചേരുന്നുണ്ട്. പണി തന്നിരിക്കണ കണ്ടില്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. നീ വിഷമിക്കണ്ട, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഇനി മേലിത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കെടാ കെടാ കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.